ഇനി നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. കോഴിക്കോട് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. ഓമശ്ശേരിയിലെ 3 മാസം പ്രായമായ കുട്ടിക്കും അന്നശ്ശേരി സ്വദേശിയായ യുവാവിനും കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. താമരശ്ശേരിയിൽ മരിച്ച 4ാം ക്ലാസ്സുകാരിയുടെ സ്കൂളിൽ ഇന്ന് ബോധവൽക്കരണ ക്ലാസ് നടത്തുമെന്നാണ് അറിയുന്നത്. വിവരാംശങ്ങൾ AK അഭിലാഷ് നൽകും. AK അഭിലാഷ്, ഈ കുഞ്ഞിനടക്കം എങ്ങനെ വന്നു എന്ന കാര്യത്തിലൊക്കെ ആശങ്കയുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ കൂടുതൽ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോവുകയാണ് ആരോഗ്യവകുപ്പ്. എന്തൊക്കെ നടപടിക്രമങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ജാഗ്രതയോട് കൂടി തന്നെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 2 പേർക്ക് കൂടി ഈ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിൽ 3 വയസ്സായുള്ള കുട്ടിക്ക് സ്ഥിതി ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. അതോടൊപ്പം തന്നെ അന്നശ്ശേരി സ്വദേശിയായ ഒരു യുവാവിന് കൂടിയാണ് ഈ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ 4ാം ക്ലാസ്സുകാരി മരിക്കാനിടയാക്കിയ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ആ കുട്ടി പഠിച്ചിരിക്കുന്ന സ്കൂളിൽ നിന്ന് ബോധവൽക്കരണം അടക്കമുള്ള പരിപാടികളിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ കുടിവെള്ള സ്രോതസ്സുകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളൊക്കെ നടക്കുകയാണ്. സാമ്പിളുകളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ശേഖരിക്കുകയും ചെയ്തിട്ട് കുട്ടി കുളിച്ചിരുന്ന ആ സ്ഥലത്ത്, അതായത് കുളത്തിലേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശവും ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് എവിടെ നിന്ന് സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടക്കുകയാണ്. കാരണം കുട്ടി കുളിച്ച സ്ഥലങ്ങളിലോ അതോടൊപ്പം തന്നെ ഏതെങ്കിലും കുടിവെള്ള സ്രോതസ്സിൽ നിന്നാണോ ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഇനി സ്ഥിരീകരണം വരേണ്ടത്. ഏതായാലും ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്താണ്. താമരശ്ശേരി മേഖലയിലാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നിലവിലുള്ളത്. അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുടിവെള്ള സ്രോതസ്സുകളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ പരിശോധനയൊക്കെ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.